എന്നോട് ഒരു അച്ഛൻ ചോദിച്ചു, അല്ല അച്ഛ, എങ്ങനെയാ ഈ വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞ, അച്ഛ, ഞാൻ വലിയ പഠനമൊന്നും എനിക്കില്ല, സാധാരണ പഠനമേ ഉള്ളൂ. ഉയർന്ന പഠനങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെ കിട്ടി, ഇങ്ങനെയുള്ള ആശയങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛൻ കളിയാക്കി ചോദിച്ചതാണോ അതോ അല്ല, എനിക്ക് എൻ്റെ പള്ളിയിൽ പ്രസംഗിക്കാൻ ഒത്തിരി സഹായമാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത്, എൻ്റെ നാവിൽ വന്ന പ്ലാൻ ചെയ്ത് പറഞ്ഞൊരു വാക്കല്ല, ആ വാക്ക് എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിനകത്തുള്ള ഞാനേയും കൂടെ കൂട്ടിവെക്കും, എന്നെയും കൂടെ കാണും ഞാൻ അതിനകത്ത്. ഓരോ വചനത്തിനകത്തും ഒരു ഞാനുണ്ട്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത്, ആ പ്രസംഗം എനിക്ക് വേണ്ടിയായിരുന്നു കേട്ടോ, അതെന്നോട് സംസാരിച്ചു. നിങ്ങൾ ചിലർ പറയില്ലേ, അതെന്നെക്കുറിച്ചാണല്ലോ ദൈവമേ. അത് ആ വചനത്തിനകത്തൊരു ഞാനുണ്ട്, ആ വചനത്തിനകത്തൊരു നിങ്ങളുണ്ട്. അതും കൂടെ ക്ലബ് ചെയ്ത് വായിക്കുമ്പോഴാണ് ആ ദൈവം നമ്മളോട് സംസാരിക്കുന്ന അനുഭവം ഉള്ളത്. ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ് ഇത്. ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. എപ്പോഴാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, രോഗശാന്തി ശുശ്രൂഷ എപ്പോഴാണ്? രോഗശാന്തി ശുശ്രൂഷ എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ തന്നെ ഈ വചനം കേൾക്കുന്ന സമയം തന്നെ രോഗശാന്തി നടക്കുന്ന സമയവുമാണ്. എപ്പോഴാണ് അഭിഷേക പ്രാർത്ഥന? എപ്പോഴാണ് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എപ്പോഴാണ് ആ വ്യക്തിയെ ഒന്ന് കാണാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അഭിഷേകം പകരുന്ന സമയമാണ്. അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ രോഗശാന്തിക്കുള്ള പ്രത്യേക ശുശ്രൂഷ വചനം അയക്കുന്ന സമയം തന്നെ അത് അഭിഷേകത്തിന്റെ സമയം തന്നെയാണ്, പ്രാർത്ഥന കേൾക്കുന്ന സമയം തന്നെയാണ്.